ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു പുഡിംഗ് റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഗ്രേപ്സ് മുന്തിരിയാണ് നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ പുഡിങ്ങിന് വേണ്ടിയിട്ട് മുന്തിരിയൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. 1/2 കിലോ മുന്തിരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് 1.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം ഒന്ന് ചൂടാറിയതിന് ശേഷം നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം അത്യാവശ്യത്തിന് ഉണ്ടായിക്കോട്ടെ എന്ന് കരുതി ഒരുപാട് വെള്ളമല്ല കേട്ടോ. മുന്തിരി തിളച്ചിട്ട് പിന്നെ നമ്മൾ മിക്സിയിൽ അടിക്കുമ്പോൾ നല്ല കട്ടി ജ്യൂസായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്തിരി വെള്ളം ഉണ്ടോ കുഴപ്പമില്ല, അന്ന് വെച്ച് കൂടുതൽ വെള്ളം ആവരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുന്തിരി ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാണ്. ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് ചൂട് പോയിട്ടില്ല. ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതാണ്. ആ പാത്രം ആവശ്യമുണ്ടായിരുന്നു. ചൂടാറിയതിന് ശേഷം നമ്മളിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇനിയൊന്ന് നമ്മൾ അരിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തോടും പിന്നെ ഇടയ്ക്കൊക്കെ ഓരോ കുരു ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പോവാനായിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഏത് മുന്തിരി വെച്ചിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ വൈറ്റ് മുന്തിരി അല്ല, ഇങ്ങനത്തെ കളറ് മുന്തിരി, കുരു ഉള്ളതോ കുരു ഇല്ലാത്തതോ ഏത് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്കത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി ആ മുന്തിരി നമ്മൾ വീണ്ടും ചൂടാക്കാനായിട്ട് വെച്ചേക്കാണ് മുന്തിരി ജ്യൂസ്. അതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവട്ടെ. അപ്പോൾ അത് വരയ്ക്കുന്നതൊന്ന് ചൂടായി കിട്ടട്ടെ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേറൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക്, ഗ്ലാസ്സോ ബൗളോ എന്ത് വേണമെങ്കിലും എടുക്കാം, അതിലേക്ക് ഒരു 3 ടീസ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് ഈ കോൺഫ്ലവർ കട്ട ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സാണ് നമ്മളിനി മുന്തിരി ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ ഇപ്പോൾ മുന്തിരിക്കിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് പോരായിരുന്നു. പഞ്ചസാര മെൽറ്റായിട്ട് വന്നതിന് ശേഷം നോക്കുമ്പോൾ മധുരം ഇത്തിരി കമ്മിയായിട്ട് തോന്നിയപ്പോൾ ഒരു 5-6 ടീസ്പൂൺ കൂടെ, അതുകൊണ്ട് ഒരു എക്സ്ട്രാ 1/4 കപ്പും കൂടെ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പുഡിങ്ങൊക്കെ ആകുമ്പോൾ ഇത്തിരി മധുരം വേണമല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ കോൺഫ്ലവർ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ആ ജ്യൂസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക വേണ്ടത്. കോൺഫ്ലവർ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് തിക്കായി വരും. അപ്പോൾ ഒന്ന് ഏകദേശം ഒരു തള വരണ സമയമാകുമ്പോഴത്തേനും നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പം നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കണം. ഇപ്പോൾ ഇത് അത്യാവശ്യം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ചൂടാറുമ്പോഴത്തേക്കും ഒന്നും കൂടെ തിക്കാവും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിനി ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. നല്ലോണം ചൂടാറിയിട്ട് കട്ടയാവുകയല്ല, മാക്സിമം നമുക്ക് സെറ്റ് ചെയ്യാനുള്ളൊരു ചൂടാവില്ലേ, ആ സമയം വരെ നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്ക് ഞാൻ ഒരു പാക്കറ്റ് പാൽ ഒന്ന് നമ്മൾ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് ലെയറിന് വേണ്ടിയിട്ടുള്ള പാലിൻ്റെ മിക്സാണ് കേട്ടോ ഇവിടെ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ പഞ്ചസാര നേരത്തെ പോലെ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മുന്തിരി പറയുമ്പോൾ കുറച്ച് പുളി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് മുന്തിരിയിൽ 1/4 കപ്പോളം പഞ്ചസാര ചേർക്കേണ്ടി വന്നത് കേട്ടോ. ഇതിപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 3 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ട് നമ്മളതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ആ പാലിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് നല്ല ചൂട് പോയി, എന്നാലും ഇതിനൊരു ആവിയുണ്ട് കേട്ടോ. ആ സമയമായപ്പോൾ ഞാനിന്ന് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തു. കാരണം നല്ലോണം തിക്കായിട്ട് ചൂടാറിയിട്ട് വരുമ്പോഴത്തേനും ചിലപ്പോൾ ആ പാത്രത്തിൽ തന്നെ ഇരുന്നിട്ട് ഇത് സെറ്റാവും തിക്കായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ഓരോ പാത്രങ്ങളിലേക്ക് ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചു കൊടുത്തേക്കാണ്. ഇനി ആ ഗ്ലാസ്സിൽ ഇരുന്നിട്ട് അതൊന്ന് ചൂടാറിക്കോട്ടെ. എന്നിട്ട് നമുക്ക് സെക്കൻഡ് ലെയർ ഒഴിച്ചു കൊടുക്കാനുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ആ പാത്രത്തിൽ തന്നെ ചൂടാറി വരുമ്പോഴത്തേനും നമ്മൾ മുന്തിരി ജ്യൂസ് റെഡിയാക്കിയിട്ടുള്ള അതിൽ തന്നെ തിക്കായിട്ട് പോയാൽ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ ഇനി നമ്മൾ ഈ പാലിലേക്ക് നമ്മൾ
പഞ്ചസാര ചേർത്ത് കൊടുത്തു, അപ്പോൾ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു നുള്ളു ഉപ്പാണ്. അപ്പം മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് മാത്രം. പിന്നെ അതുപോലെ ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഇതിന് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. നമ്മൾ ആ കോൺഫ്ലവറും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് തിക്കായിട്ട് വരും. അപ്പം നമ്മൾ കോൺഫ്ലവർ ഒഴിച്ച് കഴിഞ്ഞാൽ തന്നെ ചൂടുള്ള പാലിലേക്ക് കോൺഫ്ലവർ ഒഴിച്ച് കോൺഫ്ലവർ ഒന്ന് ചൂടാകുമ്പോഴത്തേക്കും നല്ല തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി ഞാനിന്ന് സ്റ്റവ് ഓഫ് ചെയ്യാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ഫസ്റ്റ് ലെയർ മുന്തിരിയുടെ ആ ഒരു ലെയർ ചൂടാറിയിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലേക്ക് പതുക്കനെ ഈ ഒരു മിൽക്കിൻ്റെ ആ മിക്സും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതും ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ചൂടോടുകൂടെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ രണ്ടും കൂടെ മിക്സായി പോകും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ചൂടാറാനായിട്ട് നമ്മൾ ഈ പാത്രത്തിൽ തന്നെ വെയിറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാലും പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് ഇനി മറ്റത് ചൂടാറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ പാലിൻ്റെത് ആ ചൂടാറി വരുമ്പോഴത്തേനും നമുക്കിത് കട്ടിയാവാണെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. ഒരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് നമ്മൾ ഈ പാലിൻ്റെ മിക്സ് അതിലേക്ക് ഇറച്ചി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ കണ്ട് പെട്ടെന്ന് സെറ്റാവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരുമിച്ച് തന്നെ രണ്ടും ഗ്രേപ്സിൻ്റെയും ഇതിൻ്റെയും മിൽക്കിൻ്റെയും നമ്മൾ ഒരുമിച്ച് തന്നെ പുഡിങ്ങിനുള്ള കാര്യങ്ങൾ രണ്ടും തയ്യാറാക്കി തിളപ്പിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്താൽ മതി, ഒന്ന് സെറ്റായി വരുമ്പോഴത്തേനും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിലും കൂടെ ഒന്ന് ഒരു ഭംഗിക്ക് ആ ഒരു ഷേപ്പ് കിട്ടുമോ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും കൂടെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പതിയനെ വേണം, കാരണം ഫുള്ളായിട്ട് ഇത് സെറ്റായിട്ടില്ല, മേൽഭാഗം മാത്രം ഇങ്ങോട്ട് ഉറച്ച് വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് പതുക്കെ വേണം, നമ്മൾ ചൂടാറിയതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് നോക്കുക ഉണ്ടാക്കണവർ. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് രണ്ട് സെറ്റും ചൂടാറി ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി. ഇപ്പോൾ ചിലതിൻ്റെ മുകളിൽ ഒരു ലെയറും കൂടെ ഞാൻ അതുപോലെ ഗ്രേപ്സിൻ്റെ ഒഴിച്ചു കൊടുത്തിരുന്നു. അതിപ്പോൾ പ്രത്യേകിച്ച് കാണിക്കാനില്ലല്ലോ, നിങ്ങൾക്ക് വീഡിയോ ലെങ്തി ആക്കണ്ട വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മണിക്കൂറൊക്കെ ആയപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റിയിരുന്നു. 5 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. കോൺഫ്ലവർ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ചൈന ഗ്രാസ് പോലെയല്ല, പെട്ടെന്ന് സെറ്റാവും കോൺഫ്ലവർ ചേർത്ത പുഡിങ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും ആൻഡ് താങ്ക് യു.